കനേഡിയൻ ഗവൺമെൻറ് അവിടുത്തെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യൻ അപേക്ഷകൾ നിരസിച്ചു കുട്ടികൾക്ക് പഠിക്കാനുള്ളത്. എന്നാൽ നമുക്കറിയാവുന്ന പോലെ കാനഡയിലെ പല യൂണിവേഴ്സിറ്റികളും പ്രവർത്തിച്ചു പോകുന്നത് ഇന്ത്യൻ അപേക്ഷകരെ കൊണ്ടാണ് താനും. ലേറ്റസ്റ്റ് വിവരങ്ങൾ എന്താണ്? SKN അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ഈ ഒഴുക്ക് തടയാനുള്ള നടപടികൾ കാനഡ ഗവൺമെന്റ് ആരംഭിച്ചു എന്നാണ് ഇപ്പോൾ ഈ പുറത്തു വരുന്ന സർക്കാരിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റുഡന്റ് വിസ അപേക്ഷകർക്കാണ്. ഇപ്പോൾ ആഗസ്റ്റിൽ പുറത്തു വന്നിരിക്കുന്ന കണക്കുകളാണ്. അതൊക്കെ പരിശോധിച്ചാൽ ഇന്ത്യൻ ആപ്ലിക്കേഷൻസിൽ ഏതാണ്ട് 74% റിജക്റ്റ് ചെയ്തതായിട്ടാണ് കാണുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഈ പ്രവേശനം ബോധപൂർവം നിഷേധിക്കപ്പെടുന്നു എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് ഇത്രയും ഉയർന്ന ശതമാന കണക്കുകൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. 2025 ഓഗസ്റ്റിൽ ഏകദേശം 24% ചൈനയിൽ നിന്നുള്ള സ്റ്റുഡന്റ് വിസയും റിജക്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ദശാബ്ദമായി കാനഡയിൽ എത്തുന്ന വിദ്യാർത്ഥികളുടെ കണക്കുകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഈ സ്റ്റുഡന്റ് വിസയിൽ SKN വലിയ തോതിൽ ഫ്രോഡ് നടക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 2023 ഏതാണ്ട് 1550 ഇത്തരം തട്ടിപ്പുകൾ കാനഡ ഇമിഗ്രേഷൻ കണ്ടുപിടിച്ചിരുന്നു. ഇതിൽ ഭൂരിപക്ഷവും ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റുഡന്റ് വിസ ആപ്ലിക്കേഷൻസ് ആണെന്ന് കണ്ടെത്തിയതും ഇപ്പോഴത്തെ ഈ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ വർഷം മുതൽ കൂടുതൽ സൂക്ഷ്മ പരിശോധന ഈ സ്റ്റുഡന്റ് വിസകളുടെ കാര്യത്തിൽ ഏർപ്പെടുത്തി. ഏതാണ്ട് 14,000-ഓളം വിസകളോടൊപ്പമുള്ള അക്സെപ്റ്റൻസ് ലെറ്റർ ഫ്രോഡ് ആണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിൽ കൂടുതലും ഇന്ത്യയിൽ നിന്നുള്ളതാണ്. SKN നേരത്തെ നമുക്കറിയാമല്ലോ, ജസ്റ്റിൻ ട്രൂഡോയുമായി ഈ ഖാലിസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള വിഷയമായി ഇന്ത്യ കാനഡ ബന്ധം വളരെ വഷളായിരുന്നു. അതൊന്ന് ശരിയായി വരുമ്പോഴാണ് ഇപ്പോൾ ഇത്ര വലിയ ഒരു തിരിച്ചടി ഇന്ത്യൻ സ്റ്റുഡന്റ് വിസ നിഷേധിക്കലിലൂടെ കാനഡയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. SKN അതുപോലെ ഈ ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പ് പോലെ മറ്റ് ചില സംസ്ഥാനങ്ങളിലെ ഗവർണർ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ന്യൂജേഴ്സിയിൽ ഞാൻ രാവിലെ 6 മണിക്ക് വോട്ട് ഇടാൻ പോകുന്നുണ്ട്. 6 ഡിഗ്രി സെൽഷ്യസ് ആണ്. തണുപ്പൊന്നും വകവയ്ക്കത്തില്ല. അതുകൊണ്ട് SKN വിളിച്ചാൽ കിട്ടത്തില്ല. ഞാൻ വോട്ടിടുന്ന തിരക്കിലായിരിക്കും. SKN അവിടെ പോകുന്ന കൊള്ള അവിടെ അങ്ങ് പോയി തണുത്തുറഞ്ഞു പോകരുത്. നമുക്ക് നാളെയും റിപ്പോർട്ട് ചെയ്യാൻ ആൾ വേണം. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.